ഇന്ന് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടി, അതായത് ബ്ലാക്ക് ഇന്നോവ ക്രിസ്റ്റ ആയിട്ടാണ്. പുതിയ മോഡലിൽ പുതിയ ഷേപ്പിൽ വരുന്ന വേരിയൻ്റാണ്. 2022 വരുന്ന മോഡലാണ്. 2022 മാനുഫാക്ചറും രജിസ്ട്രേഷനും ചെയ്തേക്കുന്ന സെയിം ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ബോണറ്റ് കാര്യങ്ങൾ, അതേപോലെ മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബമ്പർ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വണ്ടിക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്ലാക്ക് ബ്യൂട്ടിയിലാണ് ഇത്. പിന്നെ ചെറിയൊരു പൊടി, അതായത് ഇപ്പം ഇവിടെ ഒരു ചെറിയ പൊടി മാത്രം പറ്റിയിട്ടുണ്ട്. വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ലൈൻസും അതിൻ്റെ പേജിങ് ഒക്കെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഷൈനിങ്, പിന്നെ ഈ ഗ്ലാസ്സുകൾ എല്ലാം കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2022 കോഡ് കാര്യങ്ങൾ. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ പഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പഞ്ചിങ്, പേസ്റ്റിങ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബാക്കിലെ ഡോറ്, ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പേസ്റ്റിങ് കാര്യങ്ങൾ, റബ്ബറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു നോക്കിയതാണ്. ഇത് റബ്ബർ കാര്യങ്ങളൊക്കെ, അതായത് ഒറിജിനൽ പേസ്റ്റിങ്ങും ഒറിജിനൽ പഞ്ചിങ്ങും വരുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് ഇത്. അപ്പം ഇനി ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ. പിന്നെ ബ്രേക്ക് ലൈറ്റ്, അതേപോലെ 2.4 Z ആണ് വരുന്നത്. 2.4 Z ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വണ്ടി ഉള്ളത്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഡിക്കി ഓപ്പൺ ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഇൻറ്റീരിയറിൽ വെൽ മെയിൻറ്റെയിൻ, അതായത് ബാക്ക് സൈഡിലേക്കുള്ള വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല മെയിൻറ്റെയിൻ ആയിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ്. ബ്ലാക്ക് ബ്യൂട്ടി തന്നെ. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ, ഈ സൈഡിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ ഡോറ്, അതായത് ഡോറ് കാര്യങ്ങൾ, പേസ്റ്റിങ്, പഞ്ചിങ്, റബ്ബറിങ് എല്ലാം ഒറിജിനലാണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ടച്ച് ചെയ്തിട്ടില്ല. ഒറിജിനൽ വണ്ടി, അതായത് ഒറിജിനൽ കണ്ടീഷനുള്ള അടിപൊളി വാഹനമാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലാസ്, അതിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ഓട്ടോ ഫോൾഡാണ്, അതായത് കീ ഓൺ ആക്കുന്ന സമയത്ത് വർക്കാവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്ന ഓട്ടോ ഫോൾഡാണ് വണ്ടി. ഓട്ടോ ഫോൾഡിലാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങും ഓഫിങ്ങും വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അത് പറയണ്ടേ, ഓട്ടോ ഫോൾഡാവുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇത് സൈഡിൽ മിറർ, ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നല്ല കീപ്പ് ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുന്ന അടിപൊളി 7 സീറ്ററിൽ വരുന്ന ഒരു കിടിലം വാഹനം. പിന്നെ ഇത് ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതായത് ജസ്റ്റ് 46,000 കിലോമീറ്ററാണ് വിത്ത് സർവീസ് റെക്കോർഡ് വണ്ടി ഓടിയിട്ടുള്ളത്. അതായത് നല്ല ഒരു അടിപൊളി ഗുഡ് കണ്ടീഷനിലാണ് നിലവിൽ വണ്ടി ഉള്ളത്. ഇൻറ്റീരിയറിലൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ്. പിന്നെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്ന ടയേഴ്സാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. സ്റ്റെപ്പിന് അൺയൂസ്ഡ് ആണ് സ്റ്റെപ്പിന് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ എല്ലാം, അതായത് A to Z വണ്ടിയുടെ കമ്പനി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അതേപോലെയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. 2018 വണ്ടി വരുന്നത്. Z ഓട്ടോമാറ്റിക്കാണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പറായിട്ട് കമ്പനി തന്നെ സർവീസ് ചെയ്ത വണ്ടിയാണ്. 3 വർഷം, അതായത് ഇനി വാറൻറ്റി കാര്യങ്ങളൊക്കെ നിലവിൽ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ഉണ്ട്. അതായത് 5 കൊല്ലത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇനി നമ്മൾ മെയിനായിട്ട് കാണുന്നത് എൻജിൻ റൂം, അതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പം ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വെൽ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻ. ഇൻറ്റീരിയറിലും അതിൻ്റെ എൻജിൻ റൂം അടക്കം വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. അതിൻ്റെ പേസ്റ്റിങ്, പഞ്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഇത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നല്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് വണ്ടി നിലവിലിരിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ സൗണ്ടും കൂടെ കേൾക്കാം. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ സൗണ്ട്, അതായത് സ്മൂത്ത് എൻജിൻ, അതായത് സ്മൂത്ത് നമ്മുടെ ഷോറൂം കണ്ടീഷനാണ് വണ്ടി വരുന്നത്.
ഷോറൂം കണ്ടീഷൻ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു അടിപൊളി 2022 വരുന്ന ഇസഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വിത്ത് വാറണ്ടി കാർഡ് കാര്യങ്ങൾ, അതായത് കമ്പനിയിൽ നിന്ന് 5 വർഷത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ ഇൻഷുറൻസ് ഉള്ള സ്റ്റോക്ക് കണ്ടീഷനിലെ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,49,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ബ്ലാക്ക് ബ്യൂട്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെയുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങൾ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.